യഅനി. ഒരു മുസ്ലിം ശരിയായ മുസ്ലിമാവുന്നതിന്റെ ലക്ഷണം തർക്കുഹു മാ ലാ യഅനി. ശരിയായ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിം ശരിയായ മുസ്ലിമാവുന്നതിന്റെ ലക്ഷണം തർക്കുഹു മാ ലാ യഅനി, അനാവശ്യമായതൊക്കെ ഒഴിവാക്കി കളയലാണ്. ഗീബത്ത്, നമീമത്ത്, കളവ്, പരദൂഷണം, പരിഹാസം, ഇതൊക്കെ ഒഴിവാക്കുക എന്നതിലപ്പുറം അനാവശ്യമായത് ഞാൻ എന്തിനത് പറയണം എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങൾ അതൊഴിവാക്കാത്ത അവസ്ഥയിലാണ് ഈ ചെറുപ്പക്കാരൻ മരിച്ചുപോയതെങ്കിൽ ഈ ഉമ്മ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അള്ളാഹുവിനെ സാക്ഷി നിർത്തി തന്റെ മോന് സ്വർഗത്തിലാണെന്ന് പറയുന്നത് ശരിയാണോ? എത്ര ധൈര്യത്തിലാണ് ഈ ഉമ്മ പറയുന്നത്? അത്ര ധൈര്യം കാണിക്കാൻ പറ്റുമോ? ഈ പെണ്ണിന്റെ മോൻ അനാവശ്യമായ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാൻ ആരംഭിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ വിഷയങ്ങളും മനുഷ്യന്റെ നാവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഏത് വിഷയവും എല്ലാം. ഒരു മനുഷ്യൻ മിണ്ടാതിരുന്നാൽ എന്തൊരു റാഹത്തായിരിക്കും. ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഒറ്റ ദിവസം ഒരു നദറത്തുൽ റഹ്മാനെ സൗമ എന്ന് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ മിണ്ടൂല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു റാഹത്തായിരിക്കും പത്രം വായിക്കാൻ. ഒന്നും മിണ്ടാതിരുന്നാൽ പറയുന്നത് അനാവശ്യങ്ങൾ, പറയുന്നത് തോന്നിവാസങ്ങൾ, പറയുന്നത് പറയാൻ പാടില്ലാത്തത്. നമ്മുടെ തെരുവുകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ അങ്ങാടികളിലും നമ്മുടെ ചർച്ചകളിലും നമ്മുടെ സ്റ്റേജുകളിലും നമ്മുടെ പേജുകളിലും നമ്മുടെ ഫേസ്ബുക്കുകളിലും നമ്മുടെ വാട്സാപ്പുകളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പലതും ഫീമാലായ അനി, ഒരാവശ്യവുമില്ലാത്തതിൽ മനുഷ്യൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരു മനുഷ്യന്റെ സ്വർഗപ്രവേശം നഷ്ടമാവാൻ ഇടയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന. അറിയണം, അല്ലാഹുവിന്റെ സ്വർഗ്ഗം വിലപിടിപ്പുള്ളതാണ്. അതങ്ങ് വെറുതെ കിട്ടുന്ന സംഗതിയല്ല. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന് വിലയുണ്ട്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം എക്സ്പെൻസീവ് ആണ്, വിലപിടിപ്പുള്ളതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അല്ലാഹുവിന്റെ ചരക്ക് സ്വർഗ്ഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഒരൽപ്പം അധ്വാനിച്ചേ പറ്റൂ. നാവ് സൂക്ഷിച്ചിരുന്നെങ്കിൽ എത്ര തൊലാഖുകൾ ഒഴിവാക്കി പോകുമായിരുന്നു. നാവ് സൂക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ വേർപിരിയലുകൾ ഇല്ലാതാകുമായിരുന്നു. നാവ് സൂക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ല ബന്ധങ്ങൾ, നല്ല സുഹൃബന്ധങ്ങൾ ശിഥിലമാവാതെ രക്ഷപ്പെടുമായിരുന്നു. നാവ് സൂക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ കലഹങ്ങളും യുദ്ധങ്ങൾ വരെ ലോകത്ത് ഒഴിവാകുമായിരുന്നു. മനുഷ്യന്റെ നാവ് വരുത്തിവെക്കുന്ന വിന വലുതാണ്. ഖുർആൻ ചോദിക്കുകയാണ്, നിങ്ങളിതൊക്കെ നിസ്സാരമായി കാണുന്നില്ലേ? إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. നിങ്ങൾ നിങ്ങളുടെ നാവ് ഉപയോഗിച്ചുകൊണ്ട് പലതും ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരാൾ പറഞ്ഞത് അവൻ ഫോർവേഡ് ചെയ്തത്, അവിടുന്ന് കിട്ടിയ ക്ലിപ്പ്, ഇവിടുന്ന് കിട്ടിയ സംസാരം ഓഡിയോ, ഇവിടുന്ന് കിട്ടിയ വീഡിയോ, ഇവിടുന്ന് കിട്ടിയ ടെക്സ്റ്റ്, ഇത് തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളത് ഏറ്റെടുക്കുകയും നിങ്ങൾക്ക് ഒരു വിവരവുമില്ലാത്ത വിഷയം നിങ്ങൾ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്യുന്നുവല്ലോ. അതിനേക്കാളൊക്കെ ഗൗരവം അത് നിസ്സാരമാണെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നുവല്ലോ. സാരല്ലല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന്. അത് അല്ലാഹുവിന്റെ അരികത്ത് വളരെ ഗൗരവമുള്ളതാണ്.
എത്രയോ ന്യൂസ് ആർട്ടിക്കിളുകൾ മനുഷ്യൻ സെൻസർ ചെയ്യേണ്ടി വരും. പത്രങ്ങൾ ആര് നടത്തുന്ന പത്രങ്ങളാണെങ്കിൽ പോലും പത്രങ്ങളിലെ ചില ന്യൂസുകൾ മുസ്ലിമായ ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റാത്തത് കാണും, അതിൽ നോക്കാൻ പറ്റാത്തത്. ന്യൂസുകൾ അങ്ങനെയാണ്. നിങ്ങൾ ചില വാർത്തകൾ നാവുകൊണ്ട് ഏറ്റെടുക്കുന്നുണ്ടല്ലോ. وتقولون بأفواهكم ما ليس لكم به علم. ഇൽമ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വിഷയത്തിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയുക. ആ അറിയാത്ത അവസ്ഥയിൽ നിങ്ങൾ ഏറ്റുപറയുന്നത്. ഇത് നിസ്സാരമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ഇത് അല്ലാഹുവിന്റെ അടുത്ത് ഭയാനകമാണ്. മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമാ, നബി തങ്ങളുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് മക്കയിലെ കുഫാർ, മദീനയിലെ മുനാഫിഖീങ്ങൾ അപരാധം പറഞ്ഞുണ്ടാക്കിയ വിഷയത്തിലാണ് വിശുദ്ധമായ ഖുർആനിൽ ഈ ആയത്തുകൾ അവതരിച്ചത്. സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ യാത്രാസംഘം കടന്നു പോകുമ്പോ അവരൊക്കെ പോയി കഴിഞ്ഞ് ഏറ്റവും പിറകിൽ കടന്നു വരുന്ന സ്വഹാബിയാണ്. യാത്രാസംഘത്തിൽ നിന്ന് എന്തെങ്കിലും താഴെ വീണുപോയിട്ടുണ്ടോ? ആർക്കെങ്കിലും വല്ല സഹായവും ആവശ്യമുണ്ടോ? ആർക്കെങ്കിലും വല്ല സഹായവും നൽകേണ്ടതുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഡ്യൂട്ടിയാണ് സൈന്യത്തിന്റെ പിന്നാലെ വളരെ വൈകി വരുന്ന സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹുവിന്. ആ വരവിലായിരുന്നു അന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ മഹദിയുടെ മാല നഷ്ടപ്പെട്ടു പോയപ്പോ, മഹദി എവിടെയാണോ മറയിരിക്കാൻ വേണ്ടി പോയത്, രാത്രി സമയത്ത് അങ്ങോട്ട് തന്നെ തിരിച്ചു നടന്നു പോയ നേരം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം അവിടെയുണ്ട്, സ്വഹാബത്തിന്റെ ഒട്ടകങ്ങൾ അവിടെയുണ്ട്, നബിയുടെയും സ്വഹാബത്തിന്റെയും നബി തങ്ങളുടെ ഭാര്യയുടെയും ഒട്ടകങ്ങൾ അവിടെയുണ്ട്. നബി തങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒട്ടകക്കട്ടിൽ ഒട്ടകത്തിന്റെ പുറത്തേക്ക് എടുത്തു വെക്കുന്ന സ്വഹാബി ആയിഷ റളിയല്ലാഹു അൻഹ ശരീരം മെലിഞ്ഞവരായിരുന്നുവല്ലോ, കനമില്ലായിരുന്നു. ഒട്ടകക്കട്ടിലിന്റെ ഭാരമുണ്ട്. ബീവി റളിയല്ലാഹു അൻഹ അതിന്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ച് സമയം വൈകി ആളുകൾ യാത്ര പുറപ്പെടാനിരിക്കുമ്പോൾ ആ ഒട്ടകക്കട്ടിൽ ഒട്ടകത്തിന്റെ മേലേക്ക് പൊക്കിവെച്ചു. നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ബീവിയോട് ഒരു സലാമോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊരു കുശലാന്വേഷണമോ സുഖം തന്നെ അല്ലേ എന്നൊരു ചോദ്യമോ സ്വഹാബികൾ ചോദിക്കൂല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ബീവി അതിന്റെ ഉള്ളിൽ ഇല്ല എന്നവർക്ക് അറിയുമായിരുന്നു. ഒട്ടകക്കട്ടിൽ കയറ്റി വെച്ചു, ബീവി അതിന്റെ അകത്തില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നഷ്ടപ്പെട്ടു പോയ മാല അന്വേഷിച്ചു പോയതാണ്. മാലയും കയ്യിൽ കിട്ടി തിരിച്ചു വന്നു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും യാത്ര പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഒരു യുദ്ധം തിരിച്ചു വരുന്ന യാത്രയാണത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ സുബ്ഹാനല്ലാഹ്, പടച്ചവനെ എന്താണ് സംഭവിച്ചത് റബ്ബേ? ഈ രാത്രിയിൽ ഇരുട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് മരുഭൂമിയിലായി പോയല്ലോ. സുബ്ഹി ആകുന്നത് വരെ തല കാച്ചവിടെ കിടന്ന് ദിക്ർ ചൊല്ലി കിടന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഞാൻ അതാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. ഹസ്ബിയല്ലാഹ്, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ അല്ലാഹു മതിയല്ലോ. വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും നല്ലവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണ്? നിഅമൽ മൗലാ വനിഅമൻ നസീർ, എത്ര നല്ല ഉടമസ്ഥനാണ് അല്ലാഹു, എത്ര നല്ല സഹായിയാണ് അല്ലാഹു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ആയിഷ ബീവിയുടെ ഇരുത്തം കണ്ടു. ഹിജാബിന്റെ നിയമം വരുന്നതിന്റെ മുമ്പ് ആയിഷ ബീവിയെ കണ്ട് പരിചയമുണ്ട്. മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ എന്ന വളരെ ചാരിത്രശുദ്ധി ഉണ്ടായിരുന്ന സ്വഹാബിക്ക് ആയിഷ ബീവിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞു പോയ വാക്ക് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അത്രേ പറഞ്ഞുള്ളൂ.
അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണോ എന്ന ആ ഒരു ബേജാറിൽ സുബ്ഹാനല്ലാഹ് ഇത് പറഞ്ഞപ്പോഴാണ് ബീവി റളിയല്ലാഹു അൻഹ ആ ഒരു മയക്കത്തിൽ കിടന്ന ആ ഒരു ഉറക്കത്തിൽ ഞെട്ടുണരുന്നത്. നോക്കുമ്പോൾ സഫ്വാൻ എന്നവരെ താഴെ ഇറങ്ങി ബീവിയോട് പറഞ്ഞു, നിങ്ങൾ മേലെ കയറിക്കോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകത്തിന്റെ മുകളിൽ, സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു താഴെ ഇറങ്ങി ഒട്ടകത്തിന്റെ കയറും പിടിച്ച് മദീനയിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ആരംഭ റസൂലിന്റെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നബിയെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നബിക്ക് ഇങ്ങോട്ടും അങ്ങനെയാണ്. ആ പ്രിയപ്പെട്ട ഭാര്യ മരുഭൂമിയിൽ ഒറ്റക്കായിരുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ ആരെയാണോ നബി തങ്ങൾ നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ ഏൽപ്പിച്ചത്, ആ സ്വഹാബിയുടെ കൂടെ സ്വഹാബി താഴെ കയറി പിടിച്ച് ആയിഷ ബീവി ഒട്ടകത്തിന്റെ പുറത്ത്. ആ ഒരു കാഴ്ച കണ്ടപ്പോഴാണ് മദീനയിലെ കപട വിശ്വാസികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയത്. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ചേർത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെയും പറഞ്ഞ് എന്തെല്ലാം അപരാധങ്ങൾ ഉബയ്യ് ഇബ്നു സലൂൽ എന്ന അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ എന്തൊക്കെയോ ന്യൂസുകൾ പറഞ്ഞു വിട്ടു. അതൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ചെവിയിൽ നിന്ന് ചെവിയിലേക്ക്, നാവിൽ നിന്ന് ചെവിയിലേക്ക്, അങ്ങനെ അങ്ങ് മദീനയിൽ ഒന്നാകെ ന്യൂസ് പരക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ നിരപരാധിയായിരിക്കെ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് എന്നൊരു വാക്കല്ലാതെ ഒരു കുശലാന്വേഷണം പോലും നടത്താതെ ആയിഷ ബീവിയെ കൊണ്ടുവന്നെത്തും. മഹാനായ സ്വഹാബിയെ വെച്ച് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ സംബന്ധിച്ച് അപരാധം പറഞ്ഞപ്പോഴാണ് അല്ലാഹു പരിശുദ്ധമായ സൂറത്തുൻ നൂറിൽ ആയത്തുകൾ ഇറക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം لولا إذ سمعتموه ظن المؤمنون والمؤمنات لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. സത്യവിശ്വാസികളായവരുടെ ചെവിയിലേക്ക് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്ന സമയത്ത് ഈമാനുള്ള ആണും പെണ്ണും പറയേണ്ടിയിരുന്നത് ഹാദാ ഇഫ്കുൻ മുബീൻ, ഇത് പച്ചക്കള്ളമാണ് എന്നാണല്ലോ പറയേണ്ടിയിരുന്നത്. അതുമാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ നബിയല്ലേ, ത്വയ്യിബല്ലേ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരല്ലേ, ഏറ്റവും വലിയ പാപശുദ്ധിയുള്ളവരല്ലേ. അങ്ങനത്തെ ഒരു നബിക്ക് ദുർനടപ്പുകാരിയായ ഒരു പെണ്ണിനെ അല്ലാഹു ഭാര്യയാക്കി നൽകുകയില്ലെന്നും ചിന്തിക്കേണ്ടവരായിരുന്നില്ലേ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും? എന്നിട്ട് എന്തേ അവരങ്ങനെ പറയാതെ പോയത്? ലൗലാ ജാഊ അലൈഹി ബിഅർബഅതി ശുഹദാ, വ്യഭിചാര ആരോപണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 4 സാക്ഷികളെ വിസ്തരിക്കണം. എന്തേ സാക്ഷികളെ വിസ്തരിക്കാതിരുന്നത്? فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. 4 സാക്ഷികളെ വ്യഭിചാരത്തിന് സാക്ഷിയായി വിസ്തരിച്ചില്ലെങ്കിൽ, ആ വിസ്താരം ചെയ്യാതെ ആരൊക്കെയാണോ ആരോപിക്കുന്നത് അവർ നുണ പറയുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ. വലൗലാ ഇദ് സമിഅ്തുമൂഹ്, അല്ലാഹു തുടരുകയാണ്, അത് കേട്ട സമയം ഖുൽതും, നിങ്ങൾ പറയേണ്ടിയിരുന്നത് മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, നമുക്കിത് പറയാൻ പാടില്ലല്ലോ എന്നായിരുന്നു. നിങ്ങൾ പറയേണ്ടിയിരുന്നത് നമുക്കിത് പറയാൻ പാടില്ലല്ലോ. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, അല്ലാഹുവേ നീ പരിശുദ്ധനാണല്ലോ, ഇത് പച്ചക്കള്ളമാണ് എന്ന് അതല്ലേ നിങ്ങൾ പറയേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഏറ്റു പറഞ്ഞു? അതുകൊണ്ട് നബിയേ, യഅദുകുമുല്ലാഹു അൻ തഊദു ലിമിസ്ലിഹി അബദാ, ഇനി ഖിയാമത്ത് നാൾ വരെ
ഒരാണിനെ കുറിച്ചോ ഒരു പെണ്ണിനെ കുറിച്ചോ ഒരു വ്യഭിചാര ആരോപണം 4 സാക്ഷികളെ വിസ്തരിക്കാതെ ഒരാളും പറഞ്ഞു പോവരുത്. അള്ളാഹു നിങ്ങൾക്ക് വാഴ്ന്നു പറഞ്ഞു തരികയാണ്, അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. ഇതുപോലെ ഒരു സംഭവം ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ കേൾക്കുന്നതും ആരെങ്കിലും പറഞ്ഞു പരത്തുന്നതും നാവുകൊണ്ട് ഏറ്റുപറയാൻ പാടില്ലാത്തതായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഏറ്റുപറഞ്ഞു? അത് ചെയ്തു പോവരുത്. അതുകൊണ്ട് നബിയെ, അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യയെ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മുനാഫിഖീങ്ങൾ പറഞ്ഞു പരത്തിയത് സ്വഹാബികളിൽ ആരൊക്കെയാണോ ഏറ്റുപറഞ്ഞത് അവര് മുഴുവനും 80 ജൽദ 80 വീതം അടിക്കപ്പെടണം. ഹദ്ദുൽ ഖദ്ഫ്, വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ. അങ്ങനെ ശിക്ഷ നടപ്പാക്കപ്പെട്ടവരിലുണ്ട്. നബി തങ്ങളുടെ ഭാര്യയായിരുന്ന സൈനബ് റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹംന ബിൻതു ജഹ്ശ് റളിയല്ലാഹു അൻഹ. അങ്ങനെ വാക്കുകൾ നാവുകൊണ്ട് ഏറ്റുപാടിയവരുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ നബിക്ക് വേണ്ടി പാട്ടുപാടുമായിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, വേറെയും ആളുകൾ 80 വീതം മടിക്കപ്പെട്ടുവെന്നാണ് തഫ്സീറുകൾ കാണുക. എന്തിന്? ഏറ്റുപറഞ്ഞു ഉണ്ടാകാമോ ഇല്ലയോ എന്ന് സംശയരൂപേണ പറഞ്ഞാൽ പോലും അവർ ആരോപണം ഉന്നയിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിന് അച്ചടക്കം പഠിപ്പിക്കുകയാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. ഇനി ഒരു കാര്യമാണ് അല്ലാഹു പറയുന്നത്, നാവ് കൊണ്ട് പറയപ്പെടാൻ കാരണമാവുന്നത് ആരൊക്കെയാണോ എഴുതിവിടുന്നത്, ആരൊക്കെയാണോ പറഞ്ഞുണ്ടാക്കുന്നത്, ആരൊക്കെയാണോ ഇത് വീഡിയോ ഉണ്ടാക്കുന്നത്, ആരൊക്കെയാണോ ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. ഒരു മനുഷ്യന്റെ ന്യൂനത, ഒരാളുടെ കുഴപ്പം, ഒരാളെ അപമാനിക്കുന്നത്, ഒരാളെ നിസ്സാരപ്പെടുത്തുന്നത്, ഒരാളെ പരിഹസിക്കുന്നത്, അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ ഒരു കഥ, മദ്യപാനത്തിന്റെ ഒരു അനുഭവം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാപങ്ങൾ ചെയ്തത് ഒരാളെ കുറിച്ചോ ഒരാണിനെ കുറിച്ചോ പെണ്ണിനെ കുറിച്ചോ നിങ്ങൾ അറിയുന്നത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്താൽ ഇന്നല്ലദീന, കൃത്യമായി മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ, ഒരുപാട് അമലുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് അമലുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു വലിയ മീഡിയയാണത്. ചെറിയൊരു ഒരൊറ്റ ക്ലിക്ക് കൊണ്ട്, ഒരൊറ്റ ബട്ടൺ അമർത്തുന്നതിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന അതേ സംവിധാനത്തിൽ തന്നെ ഒരാൾക്കൊരു ലിങ്ക് അയച്ചു കൊടുക്കുന്നത്, ഒരാൾക്കൊരു വഅദ് അയച്ചു കൊടുക്കുന്നത്, ഒരാൾക്കൊരു നസീഹത്ത് കൊടുക്കുന്നത്, ഒരു ദിക്ർ അയച്ചു കൊടുക്കുന്നത്, ഒരു ഖുർആൻ ഓതി കൊടുക്കുന്നത്, ഖുർആനിന്റെ ഒരു പേജ് അയച്ചു കൊടുക്കുന്നത്, ഇതിനൊക്കെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് പ്രതിഫലം ആരെല്ലാം ആ നന്മ കൈമാറി 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 പോകുന്നുണ്ടോ അതിനൊക്കെ എമ്പാടും പ്രതിഫലം കിട്ടുന്ന അതേ വീഡിയോ തന്നെ ദുരുപയോഗം ചെയ്താലോ? بسم الله الرحمن الرحيم إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة. ആരൊക്കെയാണോ സത്യവിശ്വാസികൾക്കിടയിൽ മോശപ്പെട്ടത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ, മോശപ്പെട്ടത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ, പ്രചരിപ്പിക്കുന്നവർ എന്നാണോ? ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ ഇതാണ് ശിക്ഷ. പിന്നെ പ്രചരിപ്പിക്കുന്നവരുടെ കഥ എന്താണ്? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷതു ഫില്ലദീന ആമനൂ. സത്യവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമിടയിൽ മോശപ്പെട്ടത് പ്രചരിപ്പിക്കുന്ന ആളുകൾ. മുൻകാലങ്ങളിൽ നമ്മുടെ കാസറ്റ് കടക്കാർക്ക് അങ്ങനെ ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾ ഏതെങ്കിലും അവർക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വല്ല വീഡിയോയും വേണമെന്ന് ആവശ്യപ്പെട്ടാൽ
അതിന്റെ ഇടയിലൂടെ മോശപ്പെട്ട വ്യഭിചാരത്തിന്റെ വീഡിയോകൾ സീഡുകൾ കൊടുത്തയക്കുന്നത്. അത് പിന്നെ പെണ്ണുങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോ പറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്ന വീഡിയോ കച്ചവടക്കാരൻ തെറ്റ് പ്രചരിപ്പിക്കുന്നത്, മനഃപൂർവ്വം തിന്മ കാണിച്ചു കൊടുക്കുന്നത്, കുട്ടികൾക്ക് ഹറാമിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്, വ്യഭിചാരത്തിന്റെ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, അതങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. അല്ലാഹു ഹറാമാക്കിയത് സത്യവിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ എന്താണ് അല്ലാഹു ചെയ്യാൻ പോകുന്നത്? ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. ഈ ലോകത്തും നാളെ പരലോകത്തും ഏറ്റവും വേദനയുള്ള ശിക്ഷ അല്ലാഹു നൽകുന്നതാണ്. വേദനയുള്ള ശിക്ഷ അവർക്ക് വന്നാൽ മനസ്സിലാക്കിക്കോ, ഞാൻ ചെയ്ത തിന്മ കൊണ്ടാണ് ഈ സംഭവിച്ചത് എന്ന്. ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവിനറിയാം, നിങ്ങൾക്കൊരു പക്ഷേ അറിയാൻ പറ്റില്ല. എന്തോ ഒരു അത്ഭുതമുള്ള ആയത്താണിത്. ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യന് തന്റെ വീഡിയോ റെക്കോർഡർ ഓൺ ചെയ്താൽ, ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് ആരും അറിയാതെ ഒരു പിടുത്തവും കിട്ടാതെ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കി, അല്ലെങ്കിൽ ID ഉണ്ടാക്കി, അതിന്റെ നമ്പറോ പേരോ, ഏത് നാട്ടുകാരനാണ്, ഏത് ജാതിയാണ്, ഏത് പ്രസ്ഥാനക്കാരനാ, ഒന്നും തിരിയാത്ത രീതിയിൽ തീർത്തും അനോണിമസ് ആയിട്ടുള്ള ഐഡികൾ ഉണ്ടാക്കി നിങ്ങൾ എന്ത് പോസ്റ്റ് ചെയ്താലും വല്ലാഹു യഅലം, അല്ലാഹു അറിയുന്നുണ്ട്. അല്ലാഹു അറിയുന്നുണ്ട് ആരാണ് ഇതൊക്കെ ചെയ്തു വിടുന്നത് എന്ന്. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാൻ പറ്റിയില്ല എന്നവരും നിങ്ങൾ അറിഞ്ഞില്ല എന്നവരും ആരാണ് ഇതൊക്കെ ചെയ്തത് എന്ന് അല്ലാഹുവിനറിയാം. അവൻ ഏത് നാട്ടുകാരനാണെന്ന് അല്ലാഹുവിനറിയാം. അവൻ ഏത് റൂമിൽ നിന്നാണ് അപ്ലോഡ് ചെയ്തതെന്ന് അല്ലാഹുവിനറിയാം. ഈ സമൂഹത്തിന്റെ ഉള്ളിൽ മോശപ്പെട്ടത് പ്രചരിപ്പിക്കുന്നവരാരൊക്കെയാണെന്ന് അവരുടെ ഐഡികൾ കണ്ടാൽ നിങ്ങൾക്കറിയില്ല, പക്ഷേ അല്ലാഹുവിനറിയാം. 21-ാം നൂറ്റാണ്ടിൽ ഈ ആയത്ത് നമ്മൾ ഓടി നോക്കുമ്പോൾ എത്ര പ്രസക്തമാണ്. ആളറിയാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന തരികട ഏർപ്പാടുകളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ വെളിച്ചത്തിലാകുമെന്ന് അല്ലാഹു തീർപ്പ് പറഞ്ഞൊരു ഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. അതുകൊണ്ട് സത്യവിശ്വാസികളെ അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹം ദുരുപയോഗം ചെയ്യരുത്. അങ്ങനെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ലഹും അദാബുൻ അലീം, അല്ലാഹു തരുന്ന ശിക്ഷ താങ്ങാൻ കഴിയില്ല. വേദനാജനകമായ ശിക്ഷയാണ് ഫിദ്ദുനിയാ വൽ ആഖിറ, ഇവിടെയും ആഖിറത്തിലും. മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കിയതിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ പോലെ ഇവിടെയും കിട്ടും, പരലോകത്തും കിട്ടും. ആർക്കായാലും കിട്ടുന്നത്? മോശപ്പെട്ടത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവർക്ക്, മോശപ്പെട്ട കാര്യങ്ങൾ ഉമ്മത്തിനിടയിലേക്ക് കൊടുക്കുന്നവർക്ക്, പരസ്പരം ഗീബത്തും നമീമത്തും പറയാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നവർക്ക്, ഒരു മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കി ആ മനുഷ്യനെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്ക്, വ്യഭിചാര ആരോപണങ്ങളിലേക്ക് ചൂണ്ടുന്ന റിപ്പോർട്ടുകൾ കൊടുക്കുന്നവർക്ക്, ഒരു മനുഷ്യന്റെ അഭിമാനം ഇടിച്ചു തകർക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവർക്ക്. ഇന്നല്ലദീന യുഹിബ്ബൂൻ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നത്, മയ്യതകഫലു ബിമാ ബൈന ലഹീഹി വറജ്ലിഹി അതകഫലു ലഹുൽ ജന്ന. നിങ്ങളിൽ ആരാണോ അവനവന്റെ നാവും അവനവന്റെ ഗുഹ്യ സ്ഥാനവും ലിംഗവും അവനവന്റെ നാവും ഹറാമിലേക്ക് കൊണ്ടുപോകില്ല എന്ന് ആരെനിക്ക് വാക്ക് തന്നോ അവന് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് കൊടുക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവ് കൊണ്ട് നല്ലതേ പറയൂ എന്നും നാവ് കൊണ്ട് ഹറാമ് പറയില്ല എന്നും നാവ് കൊണ്ട് മറ്റുള്ളവരെ സംബന്ധിച്ച് ഗീബത്തും നമീമത്തും പറയില്ല എന്നും നിന്റെ ഗുഹ്യ സ്ഥാനം കൊണ്ട് വ്യഭിചാരമോ അല്ലാഹു ഹറാമാക്കിയ ഒരു തിന്മയോ ചെയ്യുകയില്ലെന്ന് അല്ലാഹുവിന്റെ മുൻനിർത്തി ഉറപ്പ് കൊടുത്താൽ അവർക്ക് സ്വർഗം കൊണ്ട് ഉറപ്പ് നിന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുമായിരുന്നു, നബിയേ അവനുഹാസബു അലാ മാ നഖൂലു യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നാളെ വിചാരണയുണ്ടോ? നാളെ പറയുന്ന വിഷയം ഞങ്ങൾ പറയുന്നതിന് വിചാരണയുണ്ടോ? ഞങ്ങൾ ചെയ്യാതിരുന്നാൽ ഉണ്ട്. അബൂ ഹുറൈറ, നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? മനുഷ്യൻ നാവ് കൊണ്ട് ചെയ്തു കൂട്ടുന്ന, നാവ് കൊണ്ട് പറഞ്ഞുണ്ടാക്കിയത് കൊണ്ടല്ലാതെ ജനങ്ങൾ മുഖമാലോ അല്ലെങ്കിൽ അവരുടെ തലയാലോ നരകത്തിലേക്ക് വലിച്ചേക്കപ്പെടുന്നുണ്ടോ? അബൂ ഹുറൈറ, ജനങ്ങൾ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുവരപ്പെടുന്നത്, ജനങ്ങളെ അല്ലാഹുവിന്റെ മലക്കുകൾ വലിച്ചു കൊണ്ടുവരുന്നത് നാവ് കൊണ്ട് പറഞ്ഞത് കൊണ്ടാണ്, നാവ് കൊണ്ട് ചെയ്ത തെറ്റുകൾക്കാണ്. അബൂ ഹുറൈറ, ജനങ്ങളിൽ അധിക പേരും നരകത്തിൽ പോകുന്നത് നാവിലൂടെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അംസിക് അലൈക ലിസാനക്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സദുപദേശം തേടി വന്നവരോട് അവിടുന്ന് പറയുമായിരുന്നു, അംസിക് അലൈക ലിസാനക്, നാവ് സൂക്ഷിച്ചേക്കണം. വാപ്പയോട് ഉമ്മയോട് സംസാരിക്കുമ്പോ, കൂട്ടുകാരനോട് സംസാരിക്കുമ്പോ, ഒരു പെണ്ണവളുടെ കൂട്ടുകാരിയോട് സംസാരിക്കുമ്പോ, ഒരു വീട്ടിൽ താമസിക്കുന്ന ജ്യേഷ്ഠത്തിയനിയത്തിമാർ, ജ്യേഷ്ഠന്റെയും അനിയന്റെയും ഭാര്യമാർ, അവരുടെ അമ്മായിമ്മയെ കുറിച്ച്, അമ്മായിമ്മ മരുമക്കളെ കുറിച്ച്, മരുമക്കൾ അവരുടെ പുതിയാപ്പിളമാരെ കുറിച്ച്, ഇങ്ങനെ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറയുന്ന ഈ വാക്കുകളാണ് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി സൂചിപ്പിച്ചു. നിങ്ങൾ വിചാരിക്കുന്നു ഇതൊക്കെ നിസ്സാരമാണെന്ന്, നിങ്ങൾ വിചാരിക്കുന്നു ഇത് സാരല്ലല്ലോ, ഹയ്യിനൻ, ഇതൊക്കെ നിസ്സാരമല്ലേ, സില്ലി എന്ന് വിചാരിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ അടുത്ത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. എല്ലാവരും എഴുന്നേറ്റ് ഒരു സ്വലാത്ത് ചൊല്ലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ. അല്ലാഹുമ്മ സല്ലി അലാ محمد وعلى آل سيدنا محمد وبارك وسلم عليه. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഒരു വിഷയമാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ ബക്കർ ബിൻ അബ്ദുല്ലാഹി മുസനി റളിയല്ലാഹു അൻഹു വലിയ ആരിഫായിരുന്നു. അവരോട് ചോദിച്ചു, ഇന്നക ലതവീലുസ് സുംത്, നിങ്ങൾ വല്ലാതെ മൗനം പാലിക്കുന്ന ആളാണല്ലോ, വല്ലാതെ സംസാരിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോ ബഹുമാനപ്പെട്ടവർ കൊടുത്ത മറുപടി, ലിസാനി സബ്ഉൻ, എന്റെ നാവെന്ന് പറയുന്നത് സിംഹമോ കടുവയോ പോലെ ഒരു പിടിമൃഗമാണ്, ഒരു വൈൽഡ് അനിമലാണ്. അതുകൊണ്ട് ഞാനത് അഴിച്ചുവിട്ടാൽ അഖലനീയത എന്നെ പിടിച്ചു തിന്നും, അതുകൊണ്ട് ഞാൻ മിണ്ടൂല. പല വിഷയങ്ങൾക്കും നമുക്ക് അങ്ങനെ നിലപാട് സ്വീകരിക്കേണ്ടി വരും. പല ആക്ഷേപങ്ങളോ നമുക്ക് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കൂട്ടുകാരിൽ നിന്നോ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ ഉണ്ടാകുമ്പോ മൗനം അതിന് ഏറ്റവും വലിയ മറുപടിയാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രാസ്ഥാനിക തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് ആക്ഷേപങ്ങൾ, ഇതിനൊന്നും നമുക്ക് മറുപടി വരാൻ നേരം ഉണ്ടാവില്ല. മറുപടി പറയാൻ നിൽക്കും വേണ്ട, നമ്മളൊക്കെ നിൽക്കൂല. ഏറ്റവും വലിയ മറുപടി നമ്മുടെ മൗനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവ് സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ബശാർ റഹ്മത്തുള്ളാഹി അലൈഹി, ഉലമാ പറയും റഹിമല്ലാഹു ബശാറൻ, അല്ലാമ ബശാർ റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഹീന ഖാൽ, ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, മുൻദു 30 സന മാ തകല്ലംതു ബികലിമത്തിൻ അഹ്താജു അൻ അഅ്തദിറ അൻഹാ.
30 വർഷമായി ഞാൻ എന്റെ നാവ് കൊണ്ട് പറഞ്ഞ വാക്കുകളിൽ ഒന്നുപോലും മാപ്പ് പറയേണ്ടതായിട്ട്, ഞാൻ ചീത്ത പറഞ്ഞതിൽ ഖേദിക്കുന്നു എന്ന് പറയേണ്ടതായിട്ട്, ഞാൻ പറഞ്ഞതിൽ ഖേദിച്ചു പോകുന്ന ഒരു വാക്കും 30 വർഷത്തിനിടക്ക് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് അല്ലാമ ബഷാർ റഹ്മത്തുള്ളാഹി അലൈഹി. 30 കൊല്ലത്തിനിടക്ക് നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഒരാളോട് മാപ്പ് ചോദിക്കേണ്ടി വരാത്ത അവസ്ഥയിൽ 30 വർഷം ഒരാളെയും വിഷമിപ്പിക്കാത്തത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവർ മഹാനായ ബഷാർ റഹ്മത്തുള്ളാഹി അലൈഹി. ആദ്യമായി സൂക്ഷിക്കേണ്ടത് ഗീബത്ത് നമീമത്തൊക്കെ നമുക്കറിയാം, അതിനെ സംബന്ധിച്ചൊക്കെ വഴി പറയുന്നുണ്ട്. എവിടെയൊക്കെയാണ് അത് ജായിസ്, എവിടെയൊക്കെയാണ് പറ്റാത്തത്, അതിന്റെ മസലകളൊക്കെ പറയാം. ആദ്യം ഒരു മുസ്ലിം സൂക്ഷിക്കേണ്ടത് തർക്കുഹു മാ ലാ യഅനി, അനാവശ്യമായത് പറയാതിരിക്കുക. ഞാനിപ്പോ ഇത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക. ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മുഅ്മിനായ മനുഷ്യന്റെ നാവ് ഹൃദയത്തിന്റെ ബാക്കിലാണ്. ഹൃദയം കൊണ്ട് ആലോചിച്ചതിന്റെ ശേഷമേ നാവ് കൊണ്ട് പറയൂ. മുനാഫിഖായ മനുഷ്യന്റെ നാവാണെങ്കിലോ അവന്റെ ഹൃദയത്തിന്റെ മുമ്പിലാണ്. ആദ്യം നാവാ പറയാ, പിന്നെ ആലോചിക്കുക പറഞ്ഞ തെറ്റാണല്ലോ എന്ന്, അല്ലെങ്കിൽ പറയാൻ പാടില്ലായിരുന്നുവല്ലോ, ഞാൻ ആ ചീത്ത പറഞ്ഞ ശരിയായില്ലല്ലോ. മുനാഫിക്കിന്റെ ലക്ഷണം ഇങ്ങനെയാണ്. എന്നാൽ മുഅ്മിനായ മനുഷ്യൻ ആലോചിച്ചുകൊണ്ടേ പറയൂ എന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. നമ്മൾ അങ്ങനെയാവുക. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ഏത് നാട്ടിലുണ്ടാവും നാവിനെ കുറിച്ച് നിങ്ങളുള്ള ആൾക്കാരൊക്കെ? അതൊന്നുമില്ല, ഞാൻ അള്ളാന്റെ ഭൂമിയാവൂല, എല്ലായിടത്തും ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഈ സൃഷ്ടിപ്പിന്റെ ഭാഗമാണ്. എല്ലാ നാട്ടിലും ഉസ്താദുമാരുടെ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. എനിക്കറിയില്ല ആരെപ്പോഴും ഖത്തീബ് ഖാദി എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ഖത്തീബായിട്ട് ഒരു ഉസ്താദ് ഒരു നാട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ഉസ്താദിന് 100% സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. വേറെ കുറച്ച് ആൾക്കാർ ഉസ്താദ് നേരെയാണെങ്കിൽ ഞങ്ങൾ നേരെയാണ്, ഉസ്താദ് വളഞ്ഞാൽ ഞങ്ങൾ തെറ്റും, അങ്ങനത്തെ ഒരു കൂട്ടർ കുറച്ചുണ്ടാവും. വേറെ ഈ ഉസ്താദ് എന്ത് ചെയ്താലും കുഴപ്പം തന്നെയാണെന്ന് പറയുന്ന ഒരു കൂട്ടർ വേറെ ഉണ്ടാവും. ഇത് എല്ലാ നാട്ടിലും ഉണ്ട്. ഉസ്താദൊക്കെ മതിയാക്കി പേരാമ്പ്രം മതിയാക്കി ഇനി ഉള്ളേരിക്ക് പോകുന്ന വിചാരിക്കുക. അവിടെ ചെന്നാൽ അവിടെ ഉണ്ടാവും ഈ ടീം തന്നെ. ഉള്ളേരിയിൽ നിന്ന് വിട്ടുന്ന കുറ്റ്യാടിക്ക് മാറിയൊക്കെ അവിടെ ചെന്നാൽ അവിടെ ഉണ്ടാവും ഇതേപോലെ. പിന്നെ എന്തിനെ മാറുന്നത്? അവിടെ നിന്നാ പോരെ. നാടിൽ മൊത്തം ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കുറച്ച് കമ്മിറ്റിക്കാരെല്ലായിടത്തും ഉണ്ടാവുന്ന വല്ലാതെ ചീത്ത പറയുന്നവരുണ്ടാവും, വല്ലാതെ പ്രശംസിക്കുന്നവരുണ്ടാവും, അതിന്റെ മീഡിയം ലെവൽ സ്വീകരിക്കുന്ന ഒരു തരത്തിലുള്ള ആളുകളും കാണും. മനുഷ്യന്മാരങ്ങനെയാണ്. ഇതിന്റെ ഇടയിലൊക്കെ നമുക്ക് ജീവിച്ചു പോകണം. المؤمن الذي يخالط الناس ويصبر على أذاهم أعظم عند الله أجرا من الذي لا يخالط الناس ولا يصبر على أذاهم. ജനങ്ങളിലേക്ക് ഇടപെട്ട് ജീവിക്കുകയും അവരുടെ ഇടയിൽ കഴിഞ്ഞുകൂടുകയും അവര് പറയുന്നത് ക്ഷമിക്കുകയും ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് വരാതെ അവര് പറയുന്ന മോശപ്പെട്ടത് കേട്ട് സഹിക്കാതെ ഒറ്റക്ക് മാറി ജീവിക്കുന്ന ആളിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ജനങ്ങളുടെ ഇടയിൽ അവര് പറയുന്ന ചീത്തവിളികൾ കേട്ടുകൊണ്ട് സഹിച്ചു നിൽക്കുന്നവനാണ്. അല്ലാഹുവിന്റെ അരികത്തേക്ക് ചെല്ലുമ്പോൾ വലിയ കൂലി അവർക്കാണ്, ഭയങ്കര പ്രതിഫലമായിരിക്കും. കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടാവണം, നല്ലതാണെന്നാണ്. നല്ലതാ. നമ്മൾ ചെയ്തിട്ടൊന്നും നമ്മൾ അമലുണ്ടൊന്നും സ്വർഗത്ത് പോകാൻ പറ്റൂല. വല്ലോനും ഇങ്ങനൊക്കെ വല്ലതും വിളിച്ചു പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ കിട്ടുന്ന കുറച്ച് നമ്മുടെ അക്കൗണ്ടിലേക്കൊക്കെ വരും. അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകാൻ പറ്റും. നമ്മൾ അറിയില്ല പോക്കറ്റ് കാലിയായി പോയത്. നമ്മുടെ അമലൊക്കെ പോയിട്ടുണ്ടാവും മറ്റേ ആൾക്ക്. ആഖിറത്തിൽ ചെന്ന് നോക്കുമ്പോ മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായ ആളെന്ന് നബി തങ്ങൾ ചോദിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് മുഫ്ലിസ്? ആരാണ് ഏറ്റവും വലിയ ദാരിദ്ര്യമുള്ള ആൾ? ആരാണ് എന്ന് പറയും BPL ആണ്. ആളുകൾ പറഞ്ഞു, നബിയെ 5 കാശ് കയ്യിലില്ലാത്ത ആളാണല്ലോ. നിങ്ങൾ പറഞ്ഞു, അല്ല, നാളെ പരലോകത്തേക്ക് വരും, ഒരുപാട് അമലുമായിട്ട് വരും, ഒരുപാട് നിസ്കാരം, ഒരുപാട് ദിക്ർ, ഒരുപാട് സ്വലാത്ത്, ഒരുപാട് സ്വദഖ, ഒരുപാട് നിസ്കാരം എല്ലാം ഉണ്ട്. വഖദ് ശതമ ഹാദാ വളമ ഹാദാ,
ഇവനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇവനെ കളിയാക്കിയിട്ടുണ്ട്, ഇവനെ പരിഹസിച്ചിട്ടുണ്ട്, ഇവനെ ആക്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്നു ആളുകൾ അള്ളാഹുവിനോട് ചോദിക്കും, റബ്ബേ ഇവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, പടച്ചോനെ കൊടുക്ക്, നന്മ കൊടുക്ക്. വേറെ ആൾ വന്നെ, അള്ളാഹുവേ എന്നവൻ ആക്രമിച്ചിട്ടുണ്ട്, കൊടുക്ക്, നിന്റെ നന്മ കൊടുക്ക്. കൊടുത്തു. വേറൊരാൾ, പടച്ചോനെ അവൻ എന്നെ കളിയാക്കിയിട്ടുണ്ട്, പടച്ചോനെ അള്ളാഹു ഇവൻ എന്നെ മോശപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, കൊടുക്ക് കൊടുക്ക് എന്ന് പറഞ്ഞ അവസാനം ഇവന്റെ കയ്യിൽ കൊടുക്കാൻ നന്മ തീർന്നുപോയി. അങ്ങനെ അള്ളാഹു പറയും, ഇവന്റെ തിന്മ നീ ഏറ്റെടുക്ക്. ആരെപ്പറ്റിയൊക്കെ പറഞ്ഞു ഇവിടൊക്കെ തിന്മ ഇവന്റെ തലയിലേക്ക്, പിന്നെ നരകത്തിലേക്ക് ഇവനെ വലിച്ചെറിയും. ഇവനാണ് പാപ്പരായവനെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനൊരു അപകടം നാളെ നടക്കാൻ പോകുന്നുണ്ട്. നമ്മളൊന്നും പെടാതിരിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാലിക് ഇബ്നു ദൈഹം റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു, അല്ലാഹുവിന്റെ ആരിഫാണ്. മഹാനായ മുതസവ്വിഫും ആരിഫുമായ റിയാഹുൽ ഖൈസി റളിയല്ലാഹു അൻഹു ഈ മാലിക് ഇബ്നു ലൈഅമിനെ സംബന്ധിച്ച് അന്വേഷിച്ചു കൊണ്ടുവന്ന് വീട്ടിലേക്ക്. എവിടെയാണ് മാലിക് ഇബ്നു ലൈഹം? വീട്ടിലുണ്ടോ? വീട്ടുകാര് പറഞ്ഞു ഉറങ്ങാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയമാണ്, ഉറങ്ങൽ കറാഹത്തുള്ള സമയമാണ്. പക്ഷെ ഒരാൾ തളർന്നിരിക്കാൻ, ക്ഷീണിച്ചിരിക്കാൻ, അസുഖത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, ആൾക്ക് ഉറങ്ങാൻ ഒരു വിരോധമില്ല. വെറുതെ കിടന്നുറങ്ങരുത് എന്നാണ്. ഒരാളങ്ങ് തളർന്ന് ക്ഷീണിച്ചുറങ്ങിപ്പോയി, കുഴപ്പമില്ല. ലാ ലൗമ അലൈഹി. മഹാനായ മാലിക് ഇബ്നു ലൈഹം റളിയല്ലാഹു തആല അൻഹു അപ്പോ അസ്റിന്റെ ശേഷം ഉറക്കത്തിലാണ്. റിയാഹുൽ ഖൈസി തങ്ങൾ ചോദിച്ചു, അനൗമുൻ ബഅദൽ അസ്രി, അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ടും ഉറങ്ങുകയാണോ? ഇത് ഉറങ്ങേണ്ട നേരമാണോ? ഇപ്പോഴാണോ ഉറങ്ങുന്നത്? ഇതും പറഞ്ഞ് റിയാഹുൽ ഖൈസി തങ്ങൾ തിരിച്ചുപോയി. വീട്ടുകാര് പിന്നെ അറിയണത് വലിയൊരു മഹാനാവെന്ന് ചോദിച്ചത് മാലിക് ഇബ്നു ദൈഹം തങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചവർ റിയാഹുൽ ഖൈസി എന്ന മഹാനാണ്. അപ്പൊ പിന്നാലൊരു കുട്ടിയെ പറഞ്ഞയച്ചു, മോനെ അവരോട് പോയിട്ട് പറ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആളെ ഉണർത്തിത്തരാം, നിങ്ങൾക്ക് സംസാരിക്കാൻ. നമ്മളീ പാണക്കാട് സയ്യിദന്മാരൊക്കെ വല്ലാതെ അവരുടെയൊക്കെ ജീവിതം ശരിക്കും മനസ്സിലാക്കണം. മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മർഹൂം, അള്ളാഹുടെ ഖബറും സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ, മഹാനായ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ഹൈദർ അലി ശിഹാബ് തങ്ങൾ, നിരന്തരമായ യാത്രകളാണ് ഇവരൊക്കെ. ആ കുടുംബത്തിലെ മറ്റു സയ്യിദന്മാർ, മുനവർ അലി തങ്ങളാകട്ടെ, ഹമീദ് അലി തങ്ങളാകട്ടെ, അബ്ബാസ് അലി തങ്ങളാകട്ടെ, ഇവരൊക്കെ യാത്രയിലാണ്. രാവിലെ സയ്യിദിനെ കാണാൻ വേണ്ടി ചൊവ്വാഴ്ച മറ്റുങ്ങൾ വീട്ടിൽ ചെന്നു വിചാരിക്കുക, പാണക്കാട് പോയി എന്ന് വിചാരിക്കുക. നമ്മൾ വിചാരിക്കും, ഞാൻ ഒന്നാമത്തെ ബസ് കയറി പോകുന്നതാണല്ലോ റബ്ബെ, വരാൻ പറയുന്നത് കയറിയിട്ട് എനിക്ക് ആദ്യം കാണണല്ലോ, ഞാനിതാ 6 മണിക്ക് എത്തിയിട്ടുണ്ടല്ലോ. സയ്യിദ് എപ്പോൾ എത്തിയിട്ടുണ്ടാവുക? സുബൈ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലെത്തിയിട്ടുണ്ടാവുക. നമ്മൾ വിചാരിക്കും എനിക്ക് കാണണ്ടേ, പാതിര വരെ എന്നാ രാത്രി കാണാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്നവരൊപ്പുണ്ടാവും. സുബൈക്ക് കാണാൻ വേണ്ടി വന്നവരുണ്ടാവും, ളുഹറിനുണ്ടാവും, അസറക്കുണ്ടാവും. ഇവർക്ക് കുടുംബജീവിതം വേണ്ടേ? അവർക്കൊരു വിശ്രമം വേണ്ടേ? ഒരു ഉറങ്ങാനോ വിശ്രമിക്കാനോ സമയം നമ്മൾ കൊടുക്കാറുണ്ടോ? വലിയ തങ്ങളൊക്കെ മനുഷ്യന്മാര് ബുദ്ധിമുട്ടാക്കി മരണം വരുത്തിയതാന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞുകൂടാ, അള്ളാഹുവിന്റെ ഖളാ ആണ്. എന്നാൽ തന്നെയും വിശ്രമമില്ലാതെ അപ്പൊ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാ വന്നിട്ടുള്ളത്. ആളുകൾ പറഞ്ഞു ഉറങ്ങാണെന്ന് പറഞ്ഞു വീട്ടുകാർ മാലിക് ഇബ്നു ദൈഹം തങ്ങളെ, റിയാഹുൽ ഖൈസി തങ്ങൾ അപ്പൊ പറഞ്ഞു, ഈ നേരത്തെ ഉറങ്ങാണോ? ഇത് ഉറങ്ങേണ്ട സമയമാണോ എന്നും പറഞ്ഞിട്ടൊരു പോക്കാൻ പോയപ്പോ ഒരു കുട്ടിയെ പറഞ്ഞേച്ചു, യാ അല്ലാഹ്, ഈ ചോദിക്കാൻ വന്നത് റിയാഹുൽ ഖൈസിയാണല്ലോ, വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണർത്തിത്തരാമെന്ന് പറഞ്ഞു നോക്കെന്ന് പറഞ്ഞ് കുട്ടിയെ പറഞ്ഞയച്ചു. കുട്ടി പിന്നാലെ ചെന്നു. നല്ല പക്വതയുള്ള മോനാണ്. കുറെ ചെന്നപ്പോഴേക്കും ശൈഖ് അവറുകൾ ഒരുപാട് ദൂരെത്തിയിട്ടുണ്ട്. ഒരു ഖബർസ്ഥാനിൽ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ടിങ്ങനെ പറയുന്നുണ്ട്, യാ റിയാഹ്, നീ എന്താ പറഞ്ഞത്? ഇത് ഉറങ്ങേണ്ട നേരാണോ എന്നോ? നിനക്കെന്തറിയാം ഉറങ്ങേണ്ട നേരാണോ? അയാൾക്ക് ഉറക്കുണ്ടെങ്കിലോ, അദ്ദേഹത്തിന് ക്ഷീണുണ്ടെങ്കിലോ നീ എന്തിനാ ചോദിച്ചത്? ക്ഷീണുള്ള ആൾ ഉറങ്ങിക്കൂടെ? എപ്പോഴെങ്കിലും നിനക്കെന്ത് നഷ്ടം? നീ എന്തിനായി പറഞ്ഞത്? അനാവശ്യമായത് ചോദിച്ചോ? നീ പറയാൻ പാടുണ്ടായിരുന്നു അത്. സ്വന്തം ശരീരത്തോട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ ചെറുപ്പക്കാരെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കേൾക്കുകയാണിത്. ഒരുപാട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ സ്വന്തം ശരീരത്തോട്, എന്തിനാ ഞാൻ ആ വാക്ക് പറഞ്ഞത്? ഇപ്പൊ ഉറങ്ങാണോ എന്ന്? അയാൾ എപ്പോ വേണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ, അയാളുടെ വീടല്ലേ, അയാളുടെ ശരീരമല്ലേ, അയാളുടെ വിശ്രമമല്ലേ, ഞാൻ എന്തിനായി പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞ് അവസാനം പറഞ്ഞു, ശരീരമേ,
നീ ആ ചോദിച്ചത് അനാവശ്യമായൊരു വാക്കായിരുന്നു. അതിന് പകരം 1 വർഷം മുഴുവനും നിനക്കിനി ഉറക്കമില്ല, ഞാൻ നിന്നെ ഉറങ്ങാൻ വിടൂല. രോഗം വന്നിട്ട് നീ വേണമെങ്കിൽ ഉറങ്ങിക്കോ, പക്ഷേ ഇങ്ങനെ ഒരു അനാവശ്യമായ ചോദ്യം നീ ചോദിച്ചില്ലേ. മാലിക് ഇബ്നു ദൈഹം തങ്ങളെ സംബന്ധിച്ച് 1 കൊല്ലത്തേക്ക് നിനക്ക് ഉറക്കില്ല എന്ന് ശരീരത്തെ ശിക്ഷിച്ച മഹാനാണ് റിയാഹുൽ ഖൈസി റളിയല്ലാഹു അൻഹു. ആ ചെറുപ്പക്കാരൻ കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നു ചോദിച്ചു, ഇവിടെ മഹാൻ? പറഞ്ഞു, ആ കഥൊന്നും പറയണ്ട, ഞാൻ പിന്നിൽ നിന്ന് ചെന്നപ്പോഴാ കേൾക്കുന്നത് സ്വന്തം ശരീരത്തെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാ ഞാൻ ആ ചോദിച്ചത് എന്ന്. പിന്നെ ഞാൻ തിരിച്ചു പോന്നു, അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല എന്ന് മഹാനായ റിയാഹുൽ ഖൈസിയെ സംബന്ധിച്ച് പറയാം. മഹാന്യരായ മുഅ്മിനീങ്ങളെ, അനാവശ്യമായ വർത്തമാനങ്ങൾ ഒഴിവാക്കുക, അനാവശ്യമായ ചർച്ചകൾ ഒഴിവാക്കുക. ഇത് ഈമാനിന്റെ ഭാഗമാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ വശത്തിൽപ്പെട്ടതാണ്, ഏറ്റവും നന്മയേറിയ ഇസ്ലാം തർക്കുഹു മാ ലാ യഅനി, അനാവശ്യമായത് ഒഴിവാക്കലാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖംസുൻ അഹബ്ബു ഇലയ്യ മിന അദ്ദുഹുമിൽ മൗഖൂഫ, 5 വിഷയം എനിക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന കുതിരക്കൂട്ടങ്ങളെക്കാളും എനിക്ക് ഇഷ്ടമാണ്, വാഹനങ്ങളെക്കാൾ എനിക്ക് ഇഷ്ടമാണ് 5 വിഷയങ്ങൾ.